മഹാരാജാസ് സംഘർഷത്തിൽ SFI ആക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. SFI പ്രവർത്തകർ വധിക്കാൻ ശ്രമിച്ച കേസിൽ FIR രജിസ്റ്റർ ചെയ്തു. കഴിഞ്ഞ ദിവസം SFI യൂണിയൻ ഭാരവാഹികളുടെ നേതൃത്വത്തിലാണ് ക്യാമ്പസിൽ ആക്രമണങ്ങൾ നടന്നത്. സംഘർഷ പശ്ചാത്തലത്തിൽ മഹാരാജാസ് കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി കിരൺ കുമാർ ചേരുന്നുണ്ട്. കിരൺ, ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. ക്ഷമിക്കണം, സുധീഷാണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നത്. സുധീഷ്, ഈ വാർത്തയുടെ മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? അതിൽ ഇന്ന് പുലർച്ചെ 1 മണിയോടുണ്ടായ സംഘർഷത്തിലാണ് SFIയുടെ യൂണിറ്റ് സെക്രട്ടറിക്ക് ഗുരുതരമായി പരിക്കേറ്റത്. എന്നാൽ കഴിഞ്ഞ ഒരാഴ്ചയായി തന്നെ സംഘർഷ പരമ്പരയാണ് മഹാരാജാസ് കോളേജിൽ അരങ്ങേറിയത്. ഇതിൽ ഒരു അധ്യാപകനടക്കം, അറബി അധ്യാപകനായ നിസാമുദ്ദീൻ അടക്കം പരിക്കേറ്റിരുന്നു. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ 10 കേസുകളാണ് മഹാരാജാസ് കോളേജ് സംഘർഷവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത്. അതിൽ 2 എണ്ണം വധശ്രമത്തിനായിരുന്നു രജിസ്റ്റർ ചെയ്തത്. ഇത്തരത്തിൽ നിരന്തരം സംഭവങ്ങൾ അരങ്ങേറുന്ന ഒരു സാഹചര്യമാണ് മഹാരാജാസ് കോളേജിൽ നിലനിന്നത്. ഇതിൽ SFIയും അതോടൊപ്പം തന്നെ ഫെറ്റേണിറ്റിയും KSUവും ഈ 3 വിദ്യാർത്ഥി സംഘടനകളും സംഘർഷം മുൻകൈയെടുത്തു എന്നതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. ആ രീതിയിൽ സംഘർഷം തുടരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചിടാൻ പ്രിൻസിപ്പലിന്റെ നേതൃത്വത്തിൽ കൂടിയ യോഗം തീരുമാനിച്ചത്. ഇതേ സാഹചര്യത്തിൽ തന്നെ കഴിഞ്ഞ ദിവസമുണ്ടായ ഒരു സംഘർഷത്തിൽ SFIയും ഫെറ്റേണിറ്റി പ്രവർത്തകരും തമ്മിലായിരുന്നു സംഘർഷം. അതിൽ പരിക്കേറ്റ് ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പോകുന്ന രോഗികളെ SFI പ്രവർത്തകർ ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഇന്നലെ രാത്രിയിൽ നാടകത്തിന്റെ റിഹേഴ്സൽ കഴിഞ്ഞ് വരികയായിരുന്നു SFI പ്രവർത്തകർക്ക് നേരെ ആക്രമണം ഉണ്ടായത്. അത് പുറത്തുനിന്നുള്ളവരടക്കം കഴിഞ്ഞ ദിവസമാണ് ഈ മഹാരാജാസിന്റെ സംഘർഷത്തിൽ SFI ആക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. SFI പ്രവർത്തകർ വധിക്കാൻ ശ്രമിച്ച കേസിൽ FIR ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് SFI യൂണിയൻ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ക്യാമ്പസിൽ ആക്രമണങ്ങൾ നടന്നത്. സംഘർഷ പശ്ചാത്തലത്തിൽ മഹാരാജാസ് കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചു എന്ന റിപ്പോർട്ടുമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സുധീഷ്, ഇപ്പോൾ ഈ അടച്ചിടൽ നടപടിയിലേക്ക് പോകാൻ ഉണ്ടായ സാഹചര്യം എന്താണ്? കഴിഞ്ഞ 2 ആഴ്ചയായി തുടരുന്ന ഒരു സംഘർഷം. ആ സംഘർഷത്തിൽ 10 കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നു. ഇന്നലെ രാത്രിയിൽ SFIയുടെ യൂണിറ്റ് സെക്രട്ടറിക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു, ഗുരുതരമായി പരിക്കേൽക്കുന്നു. മറ്റ് വിദ്യാർത്ഥികൾക്കും പരിക്കുണ്ട്. അതിന് പിന്നാലെ പ്രതിഷേധ പ്രകടനം നടത്തുമെന്ന് SFI ആഹ്വാനം ചെയ്യുന്നു. ആ രീതിയിൽ വീണ്ടും ഒരു സംഘർഷ സാധ്യത ഉടലെടുത്തതോടെയാണ് അനിശ്ചിതകാലത്തേക്ക് കോളേജ് അടച്ചിടാൻ തീരുമാനിച്ചത്. ഇതിനിടയിൽ നടന്ന ചർച്ചകളിലൂടെ ഒന്നും തന്നെ സംഘർഷം ഒഴിവാക്കാൻ സാധിച്ചിരുന്നില്ല. ഓരോ ദിവസവും സംഘർഷം ആവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് മഹാരാജാസ് കോളേജിൽ നിലനിന്നത്. കഴിഞ്ഞ ദിവസം തന്നെ SFI പ്രവർത്തകർ ആക്രമണം നടത്തുമ്പോൾ പോലീസിന്റെ സാന്നിധ്യത്തിൽ ആക്രമണത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പോകുമ്പോഴാണ് ആ പോലീസിന്റെ മുന്നിലിട്ട് ക്രൂരമായി SFI പ്രവർത്തകർ മറ്റു പ്രവർത്തകരെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ ആ രീതിയിൽ തുടരുമ്പോൾ പോലീസിന് പോലും ഇല്ലേ, കോളേജ് മാനേജ്മെന്റിന് പോലും ആ സംഘർഷത്തിന് അയവ് വരുത്താനോ അതിന് പരിഹാരം കാണാനോ സാധിക്കാതെ വന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് പ്രിൻസിപ്പലിന്റെ നേതൃത്വത്തിൽ കൂടിയ യോഗം അനിശ്ചിതകാലത്തേക്ക് കോളേജ് അടച്ചിടാൻ തീരുമാനിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് SFIയും ഫെറ്റേണിറ്റിയും KSUവും എല്ലാം നിരന്തരം സംഘർഷം സൃഷ്ടിക്കുമ്പോൾ അവിടുത്തെ പഠിക്കാനായി വരുന്ന സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് അവർക്ക് നിരവധി അധ്യയന ദിവസങ്ങളാണ് നഷ്ടമാകുന്നത്. ആ ഓരോ പോർഷനും തീർത്ത് പരീക്ഷകൾ അടുത്തു വരുന്ന ഒരു സാഹചര്യത്തിൽ അതിന് വേണ്ട വിദ്യാഭ്യാസ കോളേജിൽ നിന്ന് ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അപ്പോഴും സംഘർഷത്തിന് ഒരയവും വരുത്താതെ വിദ്യാർത്ഥി സംഘടനകൾ സംഘർഷം തുടരുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നു. ആ ഒരു പശ്ചാത്തലം നിലനിൽക്കുമ്പോൾ തന്നെ സംഘർഷം അതിനേക്കാൾ ഗൗരവതരമായി കണ്ടില്ലെങ്കിൽ അതൊരു ജീവഹാനിക്ക് പോലും. നേരത്തെ അറിയാം, മഹാരാജാസ് കോളേജിൽ ഇന്ന് പുലർച്ചെ അരങ്ങേറിയതിന് സമാനമായ ഒരു അക്രമത്തിലാണ് അഭിമന്യു എന്ന SFI വിദ്യാർത്ഥി മരണപ്പെട്ടത്. അതിൽ ഇന്നും പ്രതികളെ പിടികൂടാൻ കഴിയാതെ പോലീസ് ഇരുട്ടിൽ തപ്പുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഈ അനുഭവങ്ങളും എല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ അനിശ്ചിതകാലത്തേക്ക് കോളേജ് അടച്ചിടാൻ തീരുമാനിച്ചത്. എന്തുതന്നെയായാലും ഇതിലെ അക്രമം നടത്തിയ വിദ്യാർത്ഥികൾ അതൊരു സാധാരണ വിദ്യാർത്ഥി സംഘർഷത്തിന് അപ്പുറത്തേക്ക് വളരെ ഗൗരവതരമായ ഒരു തലത്തിലേക്ക് അത് മാറിയിട്ടുണ്ട് എന്നത് നമുക്ക് ഈ അക്രമത്തിന്റെ ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം. അതോടൊപ്പം തന്നെ ഇപ്പോൾ SFIയുടെ യൂണിറ്റ് സെക്രട്ടറിക്ക് ഉണ്ടായ പരിക്കുകൾ പരിശോധിച്ചാൽ അറിയാം. മറ്റ് പരിക്ക് പറ്റിയ ഫെറ്റേണിറ്റിയുടെ ആയാലും SFIയുടെ ആയാലും വിദ്യാർത്ഥികളുടെ പരിക്കുകൾ, അതിന്റെ ദൃശ്യങ്ങൾ കണ്ടാൽ എല്ലാം നമുക്കറിയാം ഇതൊരു കുഞ്ഞുകളിയല്ലേ, ഒരു വിദ്യാർത്ഥികളുടെ സാധാരണ ഒരു സംഘടനം ആ രീതിയിലല്ല. അതിലുപരി ആയുധങ്ങൾ വെച്ചുള്ള
ഇവ ക്രൂരമായ രീതിയിലുള്ള അക്രമങ്ങൾ തന്നെയാണ് അരങ്ങേറിയത്. അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചിടാൻ തീരുമാനിച്ചതും. അതിര സുധീഷ്, ഈ ബിലാൽ, അതായത് ഈ ഫ്രട്ടേണിറ്റി പ്രവർത്തകന്റെ ആരോഗ്യനില ഇപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും വിശദാംശങ്ങൾ നമുക്ക് പുറത്ത് വരുന്നുണ്ടോ? ഫ്രട്ടേണിറ്റി പ്രവർത്തകൻ ബിലാലിനും സാരമായ പരിക്ക് തന്നെയാണ് ഏറ്റത്. ദേഹത്താസകലം മർദ്ദനമേറ്റ പാടുകൾ കാണാം. അതിക്രൂരമായി തന്നെയാണ് മർദ്ദിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ SFI പ്രവർത്തകന്റെയും പരിക്ക് സാരമാണ്. വയറിനടക്കം കുത്തേറ്റിട്ടുണ്ട്. ആ രീതിയിൽ ഇരു കൂട്ടർക്കും സാരമായ പരിക്കുകൾ ഏറ്റു എന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ സംഘർഷം. അതോടൊപ്പം തന്നെ ഈ അധ്യാപകനും സാരമായ മുറിവേറ്റിരുന്നു. ആ രീതിയിൽ അധ്യാപകനെ പോലും ആക്രമിക്കുന്ന തരത്തിലേക്ക് മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥി സംഘടന മാറി എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇത് ചില സിനിമകളിൽ മാത്രം, ചെപ്പ് എന്ന പ്രിയദർശൻ ചിത്രങ്ങളിലും മറ്റും കാണുന്നതിന് സമാനമായ രീതിയിൽ അക്രമം മഹാരാജാസ് കോളേജിൽ അരങ്ങേറുന്നു. ഒരാൾക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് അവിടുത്തെ വിദ്യാർത്ഥി നേതാക്കളും ഇല്ലെങ്കിൽ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നവർ മാറുന്നു എന്നതാണ് ഏറ്റവും വലിയ ഒരു ആശങ്ക ഉയർത്തുന്നത്. അവരെ നിയന്ത്രിക്കാൻ അധ്യാപകർക്ക് കഴിയുന്നില്ല, അവിടേക്ക് എത്തുന്ന പോലീസിന് കഴിയുന്നില്ല. ആ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഒരുപക്ഷെ കേരളത്തിൽ മറ്റൊരു സർവകലാശാല, ഒരു കോളേജിലും കാണാത്ത തരത്തിലേക്ക്, തരം താഴ്ന്ന രീതിയിലേക്കുള്ള അക്രമമാണ് ഇപ്പോൾ മഹാരാജാസ് കോളേജിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ആതിര, ഇത് തന്നെയാണ് ഇപ്പോൾ സുധീഷ് സൂചിപ്പിച്ച പോലെ തന്നെ മറ്റൊരു കോളേജിലും കാണാത്ത രീതിയിലുള്ള സാഹചര്യങ്ങളാണ് ഇപ്പോൾ മഹാരാജാസ് കോളേജിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പോലീസ് ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും വിശദാംശങ്ങൾ തരുന്നുണ്ടോ? കാരണം ഈ മഹാരാജാസ് കോളേജ് ഇപ്പോൾ ഒരു അക്രമ രാഷ്ട്രീയത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ മുതലേ അങ്ങനെ തന്നെ. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായ അക്രമങ്ങളുമായി ബന്ധപ്പെട്ട് കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നു. അതിൽ 2 കേസുകൾ വധശ്രമത്തിനുള്ളതാണ്. നിരവധി പേർ പ്രതിപ്പട്ടികയിൽ വരുന്നു. എന്നാൽ ഈ പ്രതിപ്പട്ടികയിൽ വരുന്നവരടക്കം വീണ്ടും അക്രമങ്ങൾ മഹാരാജാസ് കോളേജിൽ നടത്തുന്നു എന്നതാണ് യഥാർത്ഥ സാഹചര്യം. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെയും അഭിപ്രായം തൽക്കാലത്തേക്ക് കോളേജ് എന്ന് അടച്ചിട്ടുകൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് വരത്തേക്ക് ഒരു സമാധാന അന്തരീക്ഷം. ഏതായാലും ഫ്രട്ടേണിറ്റി പ്രവർത്തകൻ ബിലാലിനെ കഴിഞ്ഞ ദിവസം SFI പ്രവർത്തകർ ആക്രമിച്ച കേസിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. സുധീഷ് ഗോപാലാണ് വിശദാംശങ്ങൾ നൽകിയത്.